തീർത്ഥാടക വാഹനം മറിഞ്ഞ് 3 വയസ്സുകാരൻ മരിച്ചു. ഒരു കുട്ടിയടക്കം 5 പേർക്ക് സാരമായ പരിക്കേറ്റു. ശബരിമല ദർശനം കഴിഞ്ഞു മടങ്ങിയവർ സഞ്ചരിച്ച മിനി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങൾ സുജു ടി ബാബു നൽകും. സുജു, അപകടത്തിൽ നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അനന്യ, 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. വാഹനത്തിൽ മൊത്തം 17 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അല്പസമയം മുമ്പാണ് ശബരിമല ദർശനം നടത്തിയ ശേഷം തിരികെ എത്തുന്ന യാത്രക്കാർ അപകടത്തിൽപ്പെട്ടത്. മിനി വാനാണ് ഇടിച്ച് മറിഞ്ഞ് അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിലാണ് 4 വയസ്സുള്ള ആൺകുട്ടി മരിച്ചിരിക്കുന്നത്. തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശികളാണ്. പ്രവീൺ എന്ന ആൺകുട്ടിയാണ് ഇപ്പോൾ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ഈ കുട്ടിയുടെ മൃതദേഹം മുക്കൂട്ടുതറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഉള്ള തീർത്ഥാടകരെ ഉടൻ തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലും സർക്കാർ ആശുപത്രികളിലും ചികിത്സയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പുണ്ടായ ഈ അപകടമുണ്ടായത്. സുജു, വ്യക്തമാണ്. വാഹനം മറിഞ്ഞ് 3 വയസ്സുകാരൻ മരിച്ചെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വാഹന അപകടം ഉണ്ടായത് എന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാണോ? അങ്ങനെ ഇപ്പോൾ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ശബരിമല ദർശനം കഴിഞ്ഞ് തിരികെ പോയ മിനി ബസ് തുലാപ്പള്ളി മന്ദിരപ്പടിക്ക് സമീപം വെച്ചാണ് അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൽ ഉണ്ടായ അപകടത്തിലാണ് ഈ കുട്ടി പ്രവീൺ എന്ന 4 വയസ്സുള്ള കുട്ടി മരിച്ചത്. 5 തീർത്ഥാടകർക്കും ഗുരുതരമായി പരിക്കേറ്റുള്ളതാണ് പുറത്തുവരുന്നത്. 17 പേരായിരുന്നു ഈ ബസ്സിൽ സഞ്ചരിച്ചിരുന്നത്. വളരെ നിർഭാഗ്യകരമായ സപ്പോർട്ട് തന്നെയാണ്. ഇപ്പോൾ ഇടവമാസ പൂജയ്ക്കായാണ് ശബരിമല നട തുറന്നിരിക്കുന്നത്. ഈ ഇടവമാസ പൂജയ്ക്കായി നട തുറന്ന ദിവസം തന്നെ ശബരിമലത്തിൽ ദർശനം പൂർത്തിയാക്കിയ ശേഷം മടങ്ങിയ തമിഴ്നാട്ട് തിരുവണ്ണാമല എന്നുള്ള തീർത്ഥാടകരാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പരിക്ക് പറ്റിയവരുടെ എണ്ണം 11 പേരാണ്. വാഹനത്തിൽ മുഴുവൻ 17 ആളുകളുണ്ടായിരുന്നു. അതിൽ 11 പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. അതിൽ 5 ആളുകളുടെ പരിക്ക് കാര്യമായ പരിക്കാണ് പറ്റിയിരിക്കുന്നത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അനന്യ, വ്യക്തമാണ്. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.